മഹാദേവി മഹാവിദ്യ. നല്ല തണുപ്പുണ്ടല്ലേ? നല്ല തണുപ്പുണ്ട്. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഇപ്പൊ സമയം ഏകദേശം ഒരു 3:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് വൈകുന്നേരത്തെ എന്റെ വീട്ടുവിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വ്ളോഗിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വൈകുന്നേരം ഇവിടെ പാൽച്ചായ അല്ല, കട്ടൻ ചായയാണ് കേട്ടോ. കൂട്ടുകാർ, നമുക്കിന്ന് വൈകുന്നേരം കഴിക്കാനുള്ളത് കേട്ടോ, അത് ഡ്രീംസിന്റെ ചോക്കോ കപ്പ് കേക്കാണ് കേട്ടോ, ഇലൈറ്റിന്റെ. അപ്പം അങ്ങനെ അധികമൊന്നും ഇത് കഴിക്കാറില്ല. പിന്നെ എപ്പോഴും നമ്മൾ ഷുഗർ കട്ടല്ലേ, നമ്മൾ ഒന്നാമത് ഈ തേയില വെള്ളത്തിനകത്ത് പോലും മധുരം ഇടത്തില്ല, മനസ്സിലായോ? അന്നേരം പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു മധുരം ശരീരത്തിൽ ചെന്നില്ല എന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല കേട്ടോ. അച്ചായി ഒരു 4:30 ആകുമ്പോഴത്തേക്കാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് കേട്ടോ. ഇപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട്. അപ്പോൾ അച്ചായി ചെറിയൊരു ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞ് 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ വിളിച്ച് കൊണ്ടുവന്നോട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തേയില വെള്ളമാണ് എല്ലാവർക്കും, നമ്മൾ 3 പേരും തേയില വെള്ളമാണ് കുടിക്കുന്നത്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ പഞ്ചസാര ഇല്ലാതെ തേയില വെള്ളം കുടിക്കുന്നതുകൊണ്ട് ഇവർ 2 പേരും എൻ്റെ കൂടെ കൂടിയതാണ് കേട്ടോ. എന്നാൽ പിന്നെ ഞങ്ങൾക്കും അങ്ങനെ മതി എന്നും പറഞ്ഞോണ്ടേ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ എന്താ ചെയ്യാൻ പോവാന്ന് ചോദിച്ചാൽ അമ്മയുടെ തലയിൽ കുറച്ച് മൈലാഞ്ചി അടിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അതായത് തലയിൽ ഈ 2 സ്ഥലങ്ങളിലാണ് കൂടുതലും നര. അല്ല ഉള്ളിടത്തൊക്കെ നല്ല കറുപ്പാണ് അല്ലേ, നമ്മൾ കാണുന്ന സ്ഥലത്ത് തന്നെ കുറെ നര കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാനാണ്? അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ചെയ്തു കൊടുക്കുന്ന പറഞ്ഞാൽ സാധാരണ നമ്മൾ മൈലാഞ്ചി പിച്ചി കൊണ്ടുവന്ന് അരച്ചാണ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബെഞ്ചാറസിന്റെ ഹെന്ന പൗഡർ ഉണ്ടല്ലോ, ഹെന്ന പൗഡർ എടുത്തിട്ട് അതിനകത്തേക്ക് നല്ല കട്ടിക്ക് തേയില വെള്ളം അരുത്തി അങ്ങോട്ട് ഒഴിക്കും, നല്ല കട്ടിക്ക് തന്നെ കേട്ടോ. ചൂടാറിയിട്ടാണ് തേയില വെള്ളം അരുത്തി ഒഴിക്കുന്നത്. ഇന്നലെ ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അത് ഒഴിച്ചു കൊടുക്കുക. അതിനകത്തേക്ക് ഒരു നാരങ്ങ നീര് നല്ല രീതിയിൽ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. പിന്നെന്താ, നല്ല രീതിയിൽ ഒന്ന് ഇളക്കിതാണ്ടേ ഈ കാണുന്ന ലൂസ് പരുവത്തിനൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്രിഡ്ജിനകത്ത് നമ്മൾ അടച്ച് നല്ല സേഫ് ആയിട്ട് വെച്ചിട്ട് ഒരു ദിവസം മുഴുക്കെ ഇരിക്കട്ടെ. ഇന്നലെ ഞാൻ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ചത്. ഇന്നിപ്പോ ഞാൻ 1 മണിയൊക്കെ ആയപ്പോൾ ഉച്ചയ്ക്ക് എടുത്ത് പുറത്ത് വെച്ച്, തണുപ്പ് പോകണമല്ലോ. അതിനുശേഷം ഇപ്പൊ വീണ്ടും 4 മണിയായിട്ടോട്ട് തേച്ച് കൊടുക്കാൻ പോട്ടെ. ഇപ്പൊ 4 മണിക്ക് തേച്ച് കൊടുത്താൽ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പോയി കുളിച്ചാൽ മതി കേട്ടോ. അപ്പം ഇതൊന്ന് തേച്ച് കൊടുക്കാൻ പോവാണ് നമ്മളെ. നമ്മുടെ ബെഞ്ചാറസിന്റെ ഹെന്ന പൗഡർ ഞാൻ ഈ ഒരു ലൂസ് പരുവത്തിനാണ് മിക്സ് ചെയ്ത് എടുത്തേക്കുന്നത്. ഈ സൈഡിലൊക്കെയാണ് അമ്മയ്ക്ക് നല്ല രീതിയിൽ നരയുള്ളത് കണ്ടോ. ഈ സൈഡിലൊക്കെയാണ് കൂടുതലും നരയുള്ളത്. അപ്പം നമുക്ക് നരയുള്ള സൈഡിലോട്ട് തേച്ച് കൊടുക്കാതെ. തണുപ്പുണ്ടോ? അപ്പോൾ ഇതൊക്കെയാകുമ്പോൾ മൈലാഞ്ചി, പിന്നെ മൈലാഞ്ചി നമുക്ക് കഴിവതും കിട്ടുമെങ്കിലുണ്ടല്ലോ അത് മേടിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഞങ്ങളത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. ഇതിനു വേണ്ടി ഒരു ചീപ്പൊക്കെ നമ്മൾ വെച്ചിട്ടുള്ളതാണേ. അപ്പം അമ്മ അതിനത് പിടിച്ചു തരുന്നുണ്ട്. എനിക്ക് വളരെ ശ്രദ്ധിച്ചൊക്കെ തേച്ച് കൊടുക്കാം. നമുക്ക് നല്ല തണുപ്പുണ്ടല്ലേ? നല്ല തണുപ്പുണ്ട്. അപ്പം ഇങ്ങനെ തേച്ച് കൊടുക്കുക. അപ്പം അമ്മയുടെ മുടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, ബാക്കി എല്ലായിടവും നല്ല പറവറേ കറുപ്പ. ഈ ഫ്രണ്ടിൽ മാത്രം ഒരിതുള്ളു കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഉച്ചയുടെ ഈ സൈഡിലൊക്കെയും ഉണ്ട് താര. അപ്പൊ ഇവിടെയൊക്കെ ഒന്ന് തേച്ച് കംപ്ലീറ്റ് കൊടുക്കാൻ പോവാണ് കൂട്ടുകാരെ. നമ്മള് കംപ്ലീറ്റും അമ്മയുടെ തലയെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 1 മണിക്കൂർ നേരെ വിരിക്കണം. ഇപ്പൊ ഞാൻ 4 മണിക്കാണ് തേച്ച് കൊടുത്തത്. ഇനി 5 മണിക്ക് അമ്മയ്ക്ക് കുളിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ജോലികളൊക്കെ ചെയ്യാം. അങ്ങനെ അമ്മയ്ക്കാണെങ്കിൽ മൈലാഞ്ചി എല്ലാം തേച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും 1 മണിക്കൂർ വേണം അമ്മയ്ക്ക് തേച്ച് കൊടുത്ത മൈലാഞ്ചി തലയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഈ നേരത്തിന് നമ്മൾ കഴുകിയിട്ട തുണികളെല്ലാം ഞാൻ വന്ന് അക്ഷയെന്ന് പറക്കി എടുക്കുക കേട്ടോ. കുറേ തുണികളൊക്കെ ഉണങ്ങുന്നതനുസരിച്ച് ഞാനങ്ങ് പറക്കി മടക്കി കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി കുറച്ച് തുണി മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ തുണികളെല്ലാം വളരെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അങ്ങനെ അമ്മ അവിടെ ഇരുന്നയാണല്ലോ അവിടെ വെളിയിൽ. അപ്പം ഞാൻ പറഞ്ഞു അവിടെ നിന്ന് എഴുന്നേറ്റ് വാ, ഇവിടെ അകത്ത് വന്നിരിക്കാൻ പറഞ്ഞു കേട്ടോ. സിറ്റൗട്ടി വന്നിരിക്കാൻ പറഞ്ഞ്. സിറ്റൗട്ടി വെയിലായതുകൊണ്ടാണ് അമ്മ ആ ഒരു സൈഡിലോട്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള തുണികളും കൂടെ ഞാനങ്ങ് മടക്കി വെക്കുവാണേ. അപ്പോൾ തുണിയെല്ലാം മടക്കി കൊണ്ട് വെച്ചിട്ട് നേരെ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അച്ചായിയാണെ കുളിക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഞാനാണെ അച്ചായിക്ക് പോകാൻ വേണ്ടി വളരെ എളുപ്പത്തിന് സ്കൂട്ടർ അങ്ങ് നേരെ നമ്മുടെ ഗേറ്റിൻ്റെ അടുത്ത് വെച്ച് കൊടുക്കും കേട്ടോ. സ്കൂട്ടർ പഠിക്കാൻ ആഗ്രഹമുള്ളവർ അത് ഇതുപോലെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ സ്കൂട്ടർ ഒരു ബാലൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ താണ്ട ഈ നേരമൊക്കെ ആയപ്പോഴത്തേക്ക് അച്ചായി താണ്ട കുളിയും കഴിഞ്ഞ് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു സാധനം ഇപ്പോൾ തലയിൽ വെക്കുന്നതുകൊണ്ട് ഹെൽമെറ്റ് വെച്ചാലും വലിയ താരൻ്റെ പ്രശ്നം ഇപ്പോൾ അച്ചായിക്ക് ഇല്ലേ. അങ്ങനെ അച്ചായിക്ക് ഇതുപോലെ സ്കൂട്ടർ ഞാൻ വെച്ച് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഇതാകുമ്പോഴത്തേക്ക്
പോകാൻ എളുപ്പമുണ്ടല്ലോ. ഇനി കുടിക്കാനായിട്ട് വൈകുന്നേരം ഒരു കുപ്പി വെള്ളം കൊടുക്കും, ഇപ്പോൾ ചൂടല്ലേ. അല്ലെങ്കിൽ ഞാൻ പറയും ധാരാളം വെള്ളമൊക്കെ കുടിക്കണമെന്ന് കേട്ടോ. അങ്ങനെ അച്ചായ ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇനിയാണ് നമ്മുടെ ഓരോ ജോലികളും ആരംഭിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ തൂപ്പാണ്. അപ്പോൾ അമ്മ എങ്ങനെ അനങ്ങാതെ അവിടെ ഇരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് തലയിൽ പിടിക്കണമെങ്കിൽ എന്തായാലും 1 മണിക്കൂർ വേണം. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ നേരത്തിന് ഞങ്ങൾ തൂപ്പ് ജോലി നടത്തിയേക്കാവുന്ന കേട്ടോ. അങ്ങനെ ഒരുപാട് മാറ്റ് ഉണ്ട്, നമുക്ക് എല്ലാം കൂടെ തട്ടി തട്ടി കസേരയിലോട്ട് വെക്കുവാണേ. അപ്പോൾ ആദ്യം തന്നെ പെര തൂക്കാൻ കയറി ഞാൻ ആദ്യം തൂക്കാൻ കയറുന്നത് ഞങ്ങളുടെ ബെഡ്റൂമിലായിട്ടാണ് കേട്ടോ. അവിടുന്ന് അങ്ങോട്ട് തൂത്ത് തുടങ്ങിയ എളുപ്പമാണ്. അപ്പോൾ അവിടുത്തെ തൂപ്പെല്ലാം കഴിഞ്ഞ് നേരെ ഇനി ഹാളിലോട്ട് തൂക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ ജനൽ അങ്ങ് തുറന്നിടും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ അങ്ങ് അടയ്ക്കും, അല്ലേ പിന്നെ കൊതുകൊണ്ട് കേട്ടോ. നമ്മളാണെങ്കിൽ പരിസരത്താണെങ്കിൽ പോച്ചയോ കാര്യങ്ങളൊന്നുമില്ല, അതുപോലെ വൃത്തിയാക്കിയാണ് ഞാൻ ഇടുന്നത്. എങ്കിലും എങ്ങനെയാണെന്ന് അറിയത്തില്ല, വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര കൊതുവായിരിക്കും കേട്ടോ. അതുകൊണ്ട് ജനലെല്ലാം ഞാൻ നേരത്തെ അങ്ങ് അടയ്ക്കുക. അങ്ങനെ പെരയും കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ നേരത്തിനുള്ളിൽ തൂത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്ക് അമ്മയാണെങ്കിൽ കുളിക്കാനുള്ള പരിപാടിക്ക് പോയിട്ടുണ്ട്. ഞാൻ അപ്പോഴത്തേക്ക് ഏകദേശം 1 മണിക്കൂറായി, 5-5 കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു സമയം കേട്ടോ. അപ്പോൾ കുളിക്കാൻ വിട്ട അതാ വന്നേക്കുന്നത്. പിന്നെ എന്തോ എടുക്കാനെന്നും പറഞ്ഞുകൊണ്ട് ഓടി വന്നതാണ് കേട്ടോ. തൂത്ത ചൂലെല്ലാം കൊണ്ട് വെച്ച് ഇനി അടുത്ത് നമ്മുടെ ഇന്റർലോക്ക് തൂക്കാനൊരു ചൂല് കേട്ടോ. നമ്മുടെ ഇന്റർലോക്ക് തൂക്കാനൊരു ചൂല്, നമ്മുടെ മിറ്റം തൂക്കാനൊരു ചൂല്, പെര തൂക്കാനൊരു ചൂല്, അങ്ങനെയാണല്ലോ എല്ലായിടത്തും അല്ലേ. അപ്പോൾ ഇന്റർലോക്ക് തൂക്കാൻ വന്നപ്പോഴത്തേക്ക് ഗേറ്റിന്റെ സൈഡിലാണേ കുറേ പുല്ല് കേട്ടോ. തൂക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ എല്ലാ പുല്ലുകളും അങ്ങ് പിച്ചി മാറ്റും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കുറ്റി പിടിച്ച് കുറേ പോച്ചകൾ ഇതിന്റെ മണ്ടേ നിൽക്കുവേ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് എനിക്കിങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ തൂക്കാൻ ഇറങ്ങുമ്പോൾ പോച്ചയെല്ലാം പിച്ചു. അങ്ങനെ ഇന്റർലോക്ക് കംപ്ലീറ്റും തൂത്ത് കഴിഞ്ഞ് നേരെ നമ്മുടെ ഗേറ്റിന്റെ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗേറ്റിന്റെ ഫ്രണ്ടിലോട്ട് നോക്കിയപ്പോൾ അവിടെയും കുറേ പുല്ല്, അങ്ങനെ കുറേശ്ശെ പിച്ചുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒന്നും ഒരു ദിവസം പിച്ചുകൊണ്ട് നിൽക്കാനുള്ള സമയം കാണത്തില്ല. സമയം കിട്ടുന്നതനുസരിച്ച് ഞാനിങ്ങനെ പിച്ചി മാറ്റും. അത് കഴിഞ്ഞ് നമ്മുടെ ഇനി വീടിൻ്റെ അടുത്ത ഒരു സൈഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ പുല്ലുകൾ കാണുവാണെങ്കിൽ ഞാൻ ഉള്ള പുല്ലെല്ലാം ഇങ്ങനെ പിച്ചി അങ്ങ് പോകും കേട്ടോ. ഇവിടെ ഇപ്പോൾ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ മരമൊക്കെ വെട്ടി നിർത്തിക്കൊണ്ട് ഇവിടെ വലിയ ഇലയും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഇവിടുത്തെ നമ്പ്യാർ വട്ടമാണെങ്കിൽ ഞാനൊന്ന് വെട്ടി വിട്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലായിരുന്നു, നമുക്ക് മഴക്കാലമൊക്കെ ആയപ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇല അങ്ങ് കൊഴിയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഒന്ന് വെട്ടി വിട്ട് കൊടുത്തപ്പോഴത്തേക്കും ഇപ്പം എന്തായാലും വലിയ പുഴുവിൻ്റെ ശല്യമൊന്നുമില്ല, അല്ലെങ്കിൽ അങ്ങ് നീളം വെച്ച് പോകുന്ന ഇത്. പിന്നെ ഡെയിലി നമുക്ക് വെട്ടി നിർത്തിയാലും ഉള്ള പൂവ് അത് കൃത്യമായിട്ട് വിളക്ക് കത്തിക്കാൻ വേണ്ടി തരുന്നുണ്ട്. അങ്ങനെ തൂത്ത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അടുക്കള വാതിൽ തീ ഇടുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ തീ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ പ്ലാസ്റ്റിക് ഒരു കവർ പോലും ഒന്നും കത്തിക്കാറില്ല, കരിയില മാത്രമാണ് കത്തിക്കുന്നത്. അങ്ങനെ താണ്ട് തൂത്ത ചൂലും കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്തുവാന്ന് ചോദിച്ചാൽ ചെടിക്ക് വെള്ളം ഒഴിക്കുവാണ് കേട്ടോ. ഒരുപാട് ചെടികളൊന്നുമില്ല, എപ്പോഴും പറയാറുള്ള പോലെ നമുക്കൊരു റോസയുണ്ട്, നടുക്കൊരു ചെമ്പരത്തിയുണ്ട്, ഒരു തെറ്റിയുണ്ട്. തെറ്റി 2 രീതിയിലുണ്ട് കേട്ടോ. ഒന്ന് ആ മൂലയ്ക്ക് ഒരു തെറ്റി ഞാൻ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ തെറ്റി ഇതുവരെ ഒരു പൂ തന്നിട്ടില്ല കേട്ടോ. ഇനി എപ്പോഴാണോ അതെനിക്കൊരു പൂ തരുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പുറം ജോലികളെല്ലാം കഴിഞ്ഞ് ഞാൻ കുഴഞ്ഞു കേട്ടോ. ഇനി അകത്തേക്ക് വന്നിട്ടുണ്ട് ഡൈനിങ് ടേബിൾ. അപ്പോൾ തൂപ്പൊക്കെ കഴിഞ്ഞിട്ട് ഡൈനിങ് ടേബിൾ ഇതുപോലെ തുടക്കത്തുള്ളേ. അങ്ങനെ കൂട്ടുകാരെ, നമ്മൾ തൂത്ത് എല്ലായിടവും വൃത്തിയാക്കിയൊക്കെ വന്നപ്പോഴത്തേക്ക് അമ്മയുടെ മൈലാഞ്ചി എല്ലാം തലേന്ന് കഴുകി കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിരുന്ന് രാത്രി അത്താഴത്തിന് വേണ്ട ഉള്ളിക്കറിക്കുള്ള സവാള അരിയോ. നമുക്ക് അമ്മയുടെ തല പോയി നോക്കാം. അപ്പോൾ ഞാൻ നോക്കിക്കേ, നിങ്ങൾക്ക് ഫോണിൽ എത്രത്തോളം ഇത് കാണാൻ പറ്റുന്ന എനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷേ നല്ല രീതിക്ക് ചുമതുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല അമ്മയുടെ മുടി ഇവിടെ ഇന്ന് അരച്ചിരുന്ന സ്ഥലത്തല്ല, നല്ല ഗോൾഡൻ ഗോൾഡ് റെഡ് ഒരു മോഡേൺ കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി മോഡേൺ ഗേൾ ആയിട്ടുണ്ട്. ഗ്യാസിൽ എന്താണെന്ന് ചോദിച്ചാൽ ഓട്സ് ആണ് കാച്ചുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ PCOD ഒക്കെ തന്നെ ഡയറ്റ് ഒരു 3-4 വർഷം കൊണ്ടേ ഞാൻ കംപ്ലീറ്റ് ഡയറ്റാണ്. 3-4 വർഷം കൊണ്ട് രാത്രി എൻ്റെ ആഹാരം എന്ന് പറഞ്ഞാൽ പാലൊഴിക്കാതെ, പഞ്ചസാര ഇടാതെ, ഉപ്പിട്ട് മാത്രം കാച്ചുന്ന ഈ ഓട്സ് ആണ് കേട്ടോ. രാത്രി 7 മണിയാകുമ്പോൾ ഈ ഓട്സ് ഞാൻ കുടിക്കാറുണ്ടേ. അങ്ങനെ ഓട്സ് കാച്ചുവാണ്. അമ്മയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ രാത്രി കടലക്കറിയും ഗോതമ്പ് ദോശയാണ് കേട്ടോ. കടലക്കറിക്കുള്ള ഉള്ളിയാണ് അരിയുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഇത് നമ്മുടെ രാത്രിയിലെ അത്താഴത്തിനുള്ള കടലക്കറിയാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. രാവിലെ അച്ചായിക്ക് കൊണ്ടുപോകാനുള്ള കറിയും കൂടാണേ. ആണെങ്കിൽ ഇതാണ്ട് ഗോതമ്പ് മാവ് ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്കും അച്ചായിക്കും രാത്രി ഞാൻ പറഞ്ഞില്ലേ ഗോതമ്പ് ദോശയാണ്, അതിനുള്ള മാവാണ് അമ്മ ഇവിടെ കലക്കി വെച്ചേക്കുന്നത്. എൻ്റെ കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇനി വിളക്ക് കത്തിപ്പിലേക്ക് കടക്കേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ നമ്പ്യാർ വട്ടത്തിനകത്ത് നമ്മൾ വെട്ടി നിർത്തിയാലും പാവം എനിക്ക് ഉള്ള പൂവൊക്കെ തരും കേട്ടോ. അങ്ങനെ ഉള്ള പൂവെല്ലാം ഞാൻ പിച്ച് നമുക്ക് പിന്നെ വിളക്കിന് വെക്കാൻ വേണ്ടി ഞാൻ പുറത്തെ പൈപ്പിൽ നിന്ന് ഇതുപോലാണ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇനി വിളക്ക് കത്തിക്കാൻ പോകുന്ന പരിപാടികളാണ്. അപ്പം നമ്മൾ എണ്ണയെല്ലാം ഒഴിച്ച് തിരിയിട്ട് രാവിലെ ഇതേ എണ്ണ തന്നെയാണ് നമ്മൾ കത്തിക്കുന്നത്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി ഗൗരി നാരായണി നമസ്തുതേ. സംഹാര ചിദ്രൂപി ഭൈരവീ ശങ്കരീ നമഃ. ഓം ഹരേ ദേവി
ഹരേ ദേവി ദുർഗാദേവി നമോ നമ. ഹരേ ദേവി ഭദ്രകാളി നമസ്തുതേ. ഭൂതനാഥ സദാനന്ദ സർവഭൂതയാപരാ രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ ദോപ്യം നമോ നമ. വൈകുന്നേരം വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ സഹസ്രനാമം ചൊല്ലാറുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദിവസമായിട്ട് എനിക്ക് എന്തോ ഭയങ്കര ഒരു ചുമ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ചൊല്ലണമല്ലോ അതുകൊണ്ട് കുറച്ച് നാമം ചൊല്ലി അങ്ങ് നിർത്തിയേ. കൂട്ടുകാരെ, എൻ്റെ ഒരു വൈകുന്നേരം ഇവിടെ തീർന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് തീർന്നെന്ന് പറയാൻ പറ്റത്തില്ല. വിളക്ക് കത്തിപ്പോടെ ഒരുവിധം ജോലികൾ ഒതുങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ഓട്സ് ഓടിച്ച് എൻ്റെ അത്താഴം ഞാൻ ക്ലോസ് ചെയ്യും. പിന്നെ രാത്രി 8:30 ആകുമ്പോഴത്തേക്ക് അച്ചായി അമ്പലത്തിൽ നിന്ന് വരും. അപ്പോഴത്തേക്ക് അമ്മയും അച്ചായിയും ഒക്കെ ആഹാരം കഴിക്കും. പിന്നെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ കിടന്ന് ഉറങ്ങും കേട്ടോ. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു വൈകുന്നേരം റുട്ടീൻ എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു രാവിലത്തെയും ഉച്ചലത്തെയും കാട്ടിയും ഇരട്ടി ജോലികളാണ് നമുക്ക് വൈകുന്നേരം ഒരു വീടായ കേട്ടോ. അത്താഴം കൂടെ ഉണ്ടാക്കുന്ന വീടായ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ അത് കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കണ്ട. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.